അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ അത്യാവശ്യം എനിക്ക് ഓപ്പൺ അപ്പ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പം ഇങ്ങനെ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയത്, ഇല്ലെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞാലും ഒരു ജഡ്ജ് ചെയ്യില്ല എന്നൊരു പോയിന്റ് എത്തിയത് ഞാൻ ഇനിഷ്യൽ സ്റ്റേജിൽ ഭയങ്കര അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കോൺവെർസേഷൻസ് ആയിരുന്നു. എന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ പറയും അച്ഛാ അമ്മ എനിക്കിത് താല്പര്യമില്ല, എന്നിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. എൻ്റെ PO അവർ ചൂടാകുമായിരിക്കും, ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ല. ഞാൻ പറയുന്നത് മേ ബി എല്ലാവരും ഒരേ സിറ്റുവേഷൻസ് ആയിരിക്കില്ല. എൻ്റെ വീട്ടിലൊക്കെ എനിക്ക് കുറച്ചും കൂടി ഈസിയായിരുന്നു. കാരണം ഞാൻ കുറേ കാലങ്ങൾ മുമ്പ് തന്നെ എൻ്റെ കാര്യങ്ങൾ ഇഷ്ടാനിഷ്ടങ്ങൾ പറഞ്ഞ് കൊടുക്കാറുണ്ടായിരുന്നു. മെജോറിറ്റി ഓഫ് ആൾക്കാർക്ക് ഇപ്പോഴും അറിയില്ല അവരുടെ മക്കളുടെ പാഷൻ എന്താണ്, മക്കൾക്ക് എന്താ ഇഷ്ടം, എങ്ങനെ ഇരിക്കുമ്പോഴാണ് അവരുടെ ഹാപ്പിനെസ്, അതുപോലും അറിയില്ല. പിന്നെ ഒരു പരിധിവരെ അത് ഫ്രണ്ട്സിന് അറിയാം. കാരണം നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ ജഡ്ജ് ചെയ്യാതിരിക്കും. കാരണം ഫ്രണ്ട്സ് ജഡ്ജ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഫ്രണ്ട്സ് ഒരിക്കലും നമ്മുടെ വളരെ റെസ്പോൺസിബിൾ അല്ല. മെജോറിറ്റി ഓഫ് ഫ്രണ്ട്സ്, ഞാൻ പറയുന്നത് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട്, എങ്കിൽ കൂടി റെസ്പോൺസിബിലിറ്റി കുറവാണ്. മനസ്സിലായി? നമ്മളിപ്പോൾ ഫ്രണ്ട്സിനോട് ഒരു തെറ്റ് ചെയ്ത് കഥ പറഞ്ഞാൽ ആടാ ഓക്കെ, ഇല്ലെങ്കിൽ അടി ഓക്കെ, അത് വലിയൊരു കാര്യം പറയും. പക്ഷെ പേരൻസിനോട് പറയാൻ നോക്കുമ്പോഴേ അവർക്കൊരു കൺസേൺ, അവർക്ക് വീണ്ടും മനസ്സിലുണ്ടാവും ഇനി റിപ്പീറ്റ് ചെയ്യുമോ. ഫ്രണ്ട്സിന് അത് വേണ്ടല്ലോ, ചെയ്താലും ചെയ്തില്ലെങ്കിലും ഫ്രണ്ട്സിനെ അത് ബാധിക്കില്ല. പക്ഷെ പേരൻസ് അങ്ങനെ